വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് ഫ്രൈഡേ അഗൈൻ. വീണ്ടും ഒരു വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്, വീക്കെൻഡിലേക്ക് വന്നിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും വീക്കെൻഡ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡേ ആണ്. ഇന്നും കൂടി ഓഫീസിൽ പോയാൽ മതിയല്ലോ, ചില സ്ഥലങ്ങളിൽ ഇന്നും കൂടി ക്ലാസ്സിൽ പോയാൽ മതിയല്ലോ എന്നൊക്കെയാണ് ചിലവർ ചിന്തിക്കുന്നത്. ബട്ട് എവറി ഡേ ഈസ് എക്സൈറ്റിംഗ് ഫോർ അസ്. ഓരോ ദിവസം പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ, പുതിയ വെളിപ്പാടുകൾ സ്വീകരിക്കുവാൻ, പുതിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ. ബ്ലെസ്സിങ് ടുഡേ എന്ന പേരിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ബ്ലെസ്സിങ് ടുഡേ, ഇന്നത്തെ അനുഗ്രഹം നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. സോ നമുക്ക് ഒരുമിച്ച് ക്ലെയിം ചെയ്യാം, വി ആർ ഗോയിങ് ടു ടേക്ക് ദ ബ്ലെസ്സിങ്. നമ്മൾ ഇന്നത്തെ അനുഗ്രഹം നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. ആമേൻ. സോ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ബ്ലെസ്സിങ് ടുഡേ ഗ്ലോബൽ ഫാമിലി വെൽക്കം ചെയ്യുന്നു. ഈ സമയത്ത് ഈ ലൈവിൻ്റെ ലിങ്ക് നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റേറ്റസിലേക്ക് നിങ്ങൾ ഇടുകയാണെങ്കിൽ ഒത്തിരി പേരിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ വാട്സാപ്പിൽ ഷെയർ ചെയ്യുക, പലർക്കും അയച്ചു കൊടുക്കുക, ഫോൺ വിളിച്ച് പറയുക. എങ്ങനെയാണോ നിങ്ങൾക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുക, നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം. പല രീതിയിൽ നമുക്ക് ഇതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇന്ന് ഈ 21st സെഞ്ച്വറിയിൽ നമുക്ക് മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഇതൊക്കെയാണ്. ആമേൻ. സോ എല്ലാവരും ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ ഒരു കീ സ്പോൺസറുണ്ട്. സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചെന്നൈയിൽ നിന്ന് അജിത് ജോൺ എന്ന വ്യക്തിയാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. താങ്ക് യു ബ്രദർ. മെയ് 31 മകൻ ഡാനിയലിൻ്റെ ജന്മദിനമാണ്. സോ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഡാനിയൽ. മി ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഡാനിയലിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഡാനിയലിൻ്റെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹം വരട്ടെ. കർത്താവ്, ആ മകനെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ സകല നന്മകളും വീണ്ടും മകൻ്റെ ലൈഫിൽ വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ പൈതലായി വളരുവാൻ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കർത്താവ് അഭിവൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വി ബ്ലെസ് ഡാനിയൽ ഫാദർ. അജിത് ബ്രദറിനും ഫുൾ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന് അനുഗ്രഹം വന്ന് വീഴട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Amen. Thank you, brother. Thank you to all the sponsors. Thank you for blessing this episode. ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്, തീർച്ചയായും കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇന്ന് ചില സ്പെഷ്യൽ മീറ്റിംഗ്സ് ഉണ്ട്. ഇന്ന് ഹാർട്ട് ടു ഹാർട്ട് വൈകുന്നേരം 7 മണിക്ക് നടക്കുകയാണ്. സോ അതിലേക്ക് പ്രത്യേകം ജോയിൻ ചെയ്യുക. അപ്പോൾ തന്നെ UAE വ്യക്തികൾ ഷാർജയിലേക്ക് കടന്നു വരിക. ബ്രദർ ഡാമിൻ ഇന്ന് ശുശ്രൂഷിക്കുന്നു, നാളെ ഖത്തറിലും ശുശ്രൂഷിക്കുന്നു. സോ ഇതിലേക്കെല്ലാം നിങ്ങൾ പ്രത്യേകം കടന്നു വരാൻ ഓർപ്പിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക്. ഫിലിപ്പിയ ലേഖന പഠനം തുടരുകയാണല്ലോ. നമ്മൾ ലേഖനത്തിലോട്ട് കയറി 2 വചനങ്ങളെ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ആ 2 വചനങ്ങൾ ക്രിസ്തുവേശുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തുവേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. അതിൽ വിശുദ്ധന്മാരാരാണെന്ന് കണ്ടു, ദൈവദാസന്മാരാരാണെന്ന് കണ്ടു, അധ്യക്ഷന്മാരാരാണെന്ന് കണ്ടു, ശുശ്രൂഷകരാരാണെന്ന് കണ്ടു. കൂടാതെ കൃപയും സമാധാനം എന്താണെന്ന് നോക്കി. കൃപ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ അവസാനം പറഞ്ഞു, കർത്താവ് പഴയ നിയമത്തിൽ എന്തെല്ലാം വാഗ്ദത്തങ്ങളായി പറഞ്ഞിട്ടുണ്ടോ അത് കർത്താവ് തൻ്റെ ക്രൂശിലൂടെ എന്തെല്ലാം നേടിയെടുത്തു, അതിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന സകലവും കൂടെ കംപ്രസ് ചെയ്ത് ഒരു കൊച്ചു ചിപ്പ് പോലെ തന്നാൽ, ഒരു ഗുളിക രൂപത്തിൽ തന്നാൽ, അതാണ് കൃപ. അപ്പം ആ കൃപയുടെ റിസൾട്ടാണ് സമാധാനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് 3 മുതലുള്ള വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 3-ാമത്തെ വചനം, ഐ താങ്ക് മൈ ഗോഡ് എവറി ടൈം ഐ റിമെമ്പർ യു. In all my prayers for all of you, I always pray with joy because of your partnership in the gospel from the first day until now. Being confident of this, he who began a good work in you will carry it on to completion until the day of Christ Jesus. അത്രയും ഭാഗം നമുക്കൊന്ന് ആദ്യം നോക്കാം. അതായത് 3-ാമത്തെ വചനം മുതൽ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്നും ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. അത്രയും ഭാഗം നമുക്കൊന്ന് നോക്കാം.
അതിൽ മൂന്നാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന മലയാളത്തിൽ അത്രയും വ്യക്തമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഐ താങ്ക് മൈ ഗോഡ് എവറി ടൈം ഐ റിമെമ്പർ യു. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി, എങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ പേഴ്സണലി ഇരുന്ന് വായിക്കുന്ന സമയത്ത് ഓരോ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ചിലപ്പോൾ എൻ്റെ പേഴ്സണൽ പ്രെയർ പോയിൻ്റാക്കി ഞാൻ മാറ്റാറുണ്ട്. അകത്ത് സ്പിരിറ്റിൽ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ കൃപ എനിക്ക് നൽകണേ, നന്ദിയുള്ളവനായി ജീവിക്കാനുള്ള കൃപ എനിക്ക് നൽകണം. അവിടെ പറയുന്ന ഐ താങ്ക് മൈ ഗോഡ് എവറി ടൈം ഐ റിമെമ്പർ യു. ഫിലിപ്പ് സഭയിലുള്ള അധ്യക്ഷന്മാർ, ശുശ്രൂഷകർ, വിശുദ്ധന്മാർ, അപ്പോൾ അതിലെല്ലാം പെട്ടു. ശുശ്രൂഷകരും വിശ്വാസികളെല്ലാം പെട്ടു. അവരെ ഓർക്കുന്ന സമയത്ത് റോമിലിരുന്നുകൊണ്ട്, കാരാഗൃഹത്തിലിരുന്നുകൊണ്ട് കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി, ആ സഭയ്ക്കായി നന്ദി, അവിടുത്തെ ബിഷപ്പിനായി നന്ദി. ബിഷപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് മേലധ്യക്ഷൻ, ഓവർസിയർ എന്നേ അർത്ഥമുള്ളൂ. അതുപോലെ അവിടെയുള്ള എല്ലാ ശുശ്രൂഷകർക്കുമായി, വോളണ്ടിയേഴ്സായിട്ട്, ഗ്രീറ്റേഴ്സായിട്ടൊക്കെ നിൽക്കുന്ന എല്ലാറ്റിലും നന്ദി പറയുന്നു. അതുപോലെ തന്നെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച്, ഇപ്പം കൂടെ പലരൊക്കെ ഉണ്ടാവില്ല, എല്ലാം കൂടെ ഒരുമിച്ച് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടെയുള്ള വിശുദ്ധരായി ജീവിക്കുന്ന ജനങ്ങൾക്കായി നന്ദി പറയുന്നു. സോ അങ്ങനെ ഒരു നന്ദിയുള്ളൊരു ഹൃദയം കീപ്പ് ചെയ്യുന്നൊരു സ്വഭാവം പൗലോസിനുണ്ടായിരുന്നു. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ദൈവവേലയിൽ നടക്കുന്ന കാര്യങ്ങൾ ഓർത്ത്, മറ്റ് മനുഷ്യരെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. എത്ര പേർക്ക് ഇങ്ങനെ ഒരു ഹൃദയം, ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടോ? ഒന്ന് കൈ കാണിക്കാം. അതായത് നന്ദിയുള്ള ഒരു ഹൃദയം വികസിപ്പിച്ചെടുക്കാൻ താല്പര്യമുള്ളവരോട് ഞാൻ പറയാം, ചെയ്യേണ്ടത് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. അത് ദൈവത്തോട്. അതുകൂടാതെ മനുഷ്യരോടായാലും ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്താൽ, ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നാൽ താങ്ക് യു പറയാൻ, അത് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. സോ ജനറലി, ഞാനിതെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ജനറലി പീപ്പിൾ ആർ താങ്ക്ലെസ്. പൊതുവെ ജനങ്ങൾക്ക് നന്ദിയൊന്നുമില്ല. എവിടെ നിന്ന് എന്ത് കിട്ടിയാലും നന്ദിയില്ല, അതൊക്കെ ഞങ്ങളുടെ അവകാശമാണെന്നുള്ള രീതിയിലാണ്. സോ ബി താങ്ക്ഫുൾ ടു ഗോഡ്. ഒന്ന്, ദൈവത്തോട് നന്ദിയുള്ളവരാകണം. രണ്ട്, നമുക്ക് മാതാപിതാക്കളോട് നന്ദിയുണ്ടോ ചിന്തിക്കണം. മാതാപിതാക്കളിലൂടെയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. ആ മാതാപിതാക്കളോട് നമുക്ക് നന്ദിയുണ്ടോ? പാസ്റ്റേഴ്സിനോട് നന്ദിയുണ്ടോ? സഭയോട് നന്ദിയുണ്ടോ? പാസ്റ്റേഴ്സ് ഒരുപക്ഷെ രാത്രിയും പകലും പ്രാർത്ഥിക്കുന്നവർ, വീടുകൾ സന്ദർശിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, എപ്പോൾ ഫോൺ വന്നാലും ഓടി വീടുകളിൽ ചെല്ലുന്നു, ആളുകളെ പരിപാലിക്കുന്നു. ഇപ്പം നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയുടെ സിറ്റുവേഷൻ അനുസരിച്ചാണെങ്കിൽ തന്നെ ഏരിയ മിനിസ്റ്റേഴ്സ് മുതൽ ഇങ്ങോട്ട് റീജിയണൽ മിനിസ്റ്റേഴ്സ് തുടങ്ങി, അതിൻ്റെ താഴേക്ക് ഡിസ്ട്രിക്ട് മിനിസ്റ്റേഴ്സ്, അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മിനിസ്റ്റേഴ്സ് തുടങ്ങി BCMs, അതിൻ്റെ താഴേക്ക് ബ്ലെസ്സിങ് ഗ്രൂപ്പിൻസ്, ഇങ്ങനെ ഒത്തിരി ലെവലുകൾ കിടക്കുകയാണ്. ഇവരെല്ലാം പലരും ജോലിക്കാരാണ്, ബിസിനസ്സുകാരാണ്, അല്ലെങ്കിൽ ചിലർ ഫുൾ ടൈമേഴ്സാണ്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി അവർ അധ്വാനിക്കല്ലേ. അവരോട് നമുക്കൊരു താങ്ക് യു പറയാൻ തോന്നിയിട്ടുണ്ടോ? ചിന്തിക്കണം. ശുശ്രൂഷകരോട്, സഭയോട് നന്ദിയുണ്ടോ? ഒരുപക്ഷെ ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ എല്ലാവരും ബ്ലെസ്സിങ് ടുഡേയിൽ പെട്ടവരായിരിക്കില്ല ഇത് കാണുന്നത്. നിങ്ങളായിരിക്കുന്ന സഭയിൽ ആ സഭയോട് നന്ദിയുണ്ടോ? ആ സഭ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പാടിൽ ഒരുമിച്ച് നിന്നതും പ്രാർത്ഥിച്ചതും കൂട്ടായ്മ തന്നതും ആ സഭയോടൊരു താങ്ക്ഫുൾനെസ് ഉണ്ടോ? സഭയിൽ വരുന്നവർക്ക് പലപ്പോഴും പല മെൻറ്റാലിറ്റീസ് കാണുന്ന അതിലൊന്നാണ് കൺസ്യൂമർ മെൻറ്റാലിറ്റി. എന്ന് വെച്ചാൽ, ഞാൻ സഭയിലേക്ക് ഒരു ഞായറാഴ്ച ചെല്ലുക, എനിക്ക് ഇങ്ങോട്ട് കിട്ടേണ്ട കുറേ സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നല്ല ആരാധന കിട്ടണം, നല്ല മ്യൂസിക് വേണം, കളർ ലൈറ്റ് വേണം, ഫാൻ നല്ലതായിരിക്കണം, നല്ല കസേര കിട്ടണം, നല്ലൊരു സീറ്റ് കിട്ടണം, അതുപോലെ നല്ല സൂപ്പർ വചന ശുശ്രൂഷ വേണം, അതുപോലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് പേഴ്സണൽ അറ്റൻഷൻ കിട്ടണം, ആരെങ്കിലുമൊക്കെ എന്നോടൊന്ന് ചോദിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ചെയ്യണം. അതിനല്ല ഞാൻ ഒരു സഭയിലേക്ക് ഞാൻ വരുന്നത്. എനിക്ക് ദാറ്റ് ഈസ് കൺസ്യൂമർ മെൻറ്റാലിറ്റി. ഉപഭോക്താവിൻ്റെ ഒരു എങ്ങനെയാണ് പറയുന്നത്, ഒരു നിലപാടാണത്, അല്ലെങ്കിൽ മാനസികാവസ്ഥയാണ് കാണുന്നത്. എനിക്ക് ഇങ്ങോട്ട് സഭയിൽ നിന്ന് ആ പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയില്ലെങ്കിൽ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യും. ഇപ്പോൾ തന്നെ നോക്കണ്ടോ,
ഞാൻ രോഗിയായി കിടന്നപ്പോൾ നിങ്ങളൊന്ന് വിളിച്ചായിരുന്നോ? പിന്നെ എന്തിനാണ് ഈ സഭ? തിരിച്ചൊരു ചോദ്യം. രോഗിയായി കിടന്ന സമയത്ത് ശുശ്രൂഷകർ അറിയിച്ചായിരുന്നോ? പലപ്പോഴും അറിയിക്കാറില്ല. പക്ഷെ അവർ ചിന്തിക്കുന്നത് ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് സഭ വന്ന് എന്നെ അന്വേഷിച്ച് എന്നെ കൊണ്ടുപോകണം, ആംബുലൻസ് വിളിച്ചുകൊണ്ട് എല്ലാം എനിക്ക് ചെയ്തു തരണം. കൺസ്യൂമർ മെൻറ്റാലിറ്റി. അടുത്തത് കോൺട്രിബ്യൂട്ടേഴ്സ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്, ഞാൻ സഭയിലേക്ക് പോകുന്നത് സഭയെ സേവിക്കാനാണ്. സഭ എന്താ? ക്രിസ്തുവിൻ്റെ ബോഡിയാണ്, ശരീരമാണ്, മണവാട്ടിയാണ്. അപ്പോൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ അവൻ്റെ ശരീരത്തെ സ്നേഹിക്കും, അല്ലേ? ശിരസിനെ സ്നേഹിക്കുന്നവർ ശരീരത്തെയും സ്നേഹിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് താങ്ക്ഫുൾനെസ് വരുന്നത്. ഓ മൈ ഗോഡ്, കർത്താവ് എനിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ചു, ഈ സഭയെ കർത്താവ് പണിയുന്നു, അതിൽ എനിക്ക് ഒരു പാർട്ടാകാൻ പറ്റിയല്ലോ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഫാദർ, ഐ താങ്ക് യു ഫോർ അവർ പാസ്റ്റർ. ഞങ്ങളുടെ ദൈവദാസനായി നന്ദി, ദൈവദാസിക്കായി നന്ദി, ഞങ്ങളുടെ ശുശ്രൂഷകർക്കായി നന്ദി, ഞങ്ങളുടെ തൊട്ടുമുകളിലുള്ള ശുശ്രൂഷകർക്കായി നന്ദി. ഞങ്ങൾക്ക് വേണ്ടി രാത്രിയും പകലും ഒക്കെ പലരും ഇന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ. ഇതാണ് പൗലോസ് റോമിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത്. 10-12 വർഷത്തിന് മുമ്പ് സ്ഥാപിക്കപ്പെട്ടൊരു സഭ ഇന്ന് താൻ അവിടെയില്ല, ജയിൽ പുള്ളിയാണ്, തടവിലാണ്. പക്ഷെ ഇപ്പോഴും ഇവിടെ ഇരുന്നുകൊണ്ട് സ്തോത്രം ചെയ്യുകയാണ് അവർക്ക് വേണ്ടി. അപ്പോൾ ആ അപ്പസ്തോലൻ്റെ ഹൃദയത്തിലെ നന്ദിയുടെ അവസ്ഥ നമുക്ക് മനസ്സിലായല്ലോ. ഒരു ജോലി സ്ഥാപനത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ, തൊഴിൽ സ്ഥാപനത്തിലാണെങ്കിൽ അവിടെയുള്ള ആ കമ്പനിയോട്, ആ സ്ഥാപനത്തിനോടൊരു നന്ദിയുണ്ട്. എല്ലാ മാസവും ശമ്പളം മേടിക്കുന്നതല്ലേ, അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ, കാര്യങ്ങൾ നടത്തുന്നതെങ്കിൽ ഒരു നന്ദി. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആനുകൂല്യങ്ങൾ കിട്ടിയില്ലായിരിക്കാം, അനീതി പലതുമുണ്ട്, എനിക്കുള്ള പ്രൊമോഷൻ കിട്ടി, ഇതെല്ലാം ശരിയാണ്. അപ്പോഴും സ്റ്റിൽ യു ആർ റിസീവിങ് സംതിങ്. ഇതുവരെ ചിലപ്പോൾ നല്ല രീതിയിൽ പോയി കാണും, പക്ഷെ ഒറ്റയടിക്കാണ് നന്ദി കെട്ട് സ്ഥാപനത്തിനെതിരെ സംസാരിക്കുക, ആവശ്യമില്ലെങ്കിൽ റിസൈൻ ചെയ്ത് നോക്കൂ. ദാറ്റ്സ് അനദർ തിങ്. പക്ഷേ ആർ യു ഏബിൾ ടു കീപ് എ ഹാർട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദാറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം ചെയ്യേണ്ടത് നന്ദിയുള്ള ഹൃദയം വികസിപ്പിച്ചെടുക്കണം. ഞാൻ സാധാരണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണ രീതിയിൽ ആരെങ്കിലുമൊക്കെ എനിക്കൊരു ഗിഫ്റ്റ് തന്ന് എവിടെയെങ്കിലും ഇരിക്കുവാണെങ്കിൽ, പിന്നീട് വരുമ്പോൾ കാണുവാണെങ്കിൽ പെട്ടെന്ന് ഞാൻ അറിയാതെ, അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ലോർഡ് ഐ താങ്ക് യു ഫോർ ദാറ്റ് പേഴ്സൺ, പെട്ടെന്ന് ഐ റിലീസ് എ ബ്ലെസ്സിങ് അപ്പോൺ ദാറ്റ് പേഴ്സൺ. ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോകും. വലിയ ശബ്ദത്തിലൊന്നുമല്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ അതിങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണാം. ആ വ്യക്തി ഒന്ന് അനുഗ്രഹിക്കണമെന്ന് തോന്നിപ്പോവും. സോ ഇത് തന്നെയല്ല ദൈവത്തിനും തോന്നുക. നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചതിനൊക്കെ നന്ദി പറയുമ്പോൾ ദൈവത്തിൽ നിന്നും ഇതുപോലെ തന്നെ ബ്ലെസ്സിങ്സ് റിലീസ് ആവില്ലേ എന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. പെട്ടെന്ന് ചില വചനങ്ങൾ പറയാൻ പോകാം. 103-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെ എഴുതി വെച്ചാൽ മതി, പിന്നീട് വായിച്ചോ. ഫൊർഗെറ്റ് നോട്ട് ഓൾ ഹിസ് ബെനഫിറ്റ്സ്, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. റോമാലേഖനം 1:21, ഫോർ although they knew God, they neither glorified him as God nor gave thanks to him. ദൈവമെന്ന് അറിഞ്ഞിട്ടും അവർ ദൈവത്തോട് നന്ദി കാണിച്ചില്ല, അവനെ മഹത്വപ്പെടുത്തിയില്ല. ഇതൊരു ഭയങ്കര ക്രിമിനൽ ഒഫൻസായിട്ട് എഴുതിയിരിക്കുന്നത്. ദൈവമെന്ന് അറിഞ്ഞിട്ടും ദൈവത്തിന് നന്ദി കാണിച്ചില്ല. 1 കൊരിന്ത്യർ 10:16, ഈസ് നോട്ട് ദ കപ്പ് ഓഫ് താങ്ക്സ് ഗിവിംഗ് ഫോർ വിച്ച് വി ഗിവ് താങ്ക്സ് എ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ ഹോളി കമ്മ്യൂണിയൻ എടുക്കുമ്പോൾ അതിലെ കപ്പ്, ആ പാനപാത്രം, അത് വി ഗിവ് താങ്ക്സ് ഈസ് നോട്ട് ദ കപ്പ് ഓഫ് താങ്ക്സ്. ആ കപ്പിൻ്റെ തന്നെ പേര് കപ്പ് ഓഫ് താങ്ക്സ് ഗിവിംഗ് എന്നാണ്. ചില സ്ഥലത്ത് അനുഗ്രഹത്തിൻ്റെ പാനപാത്രം എന്നാണ് പറയുന്നതെങ്കിലും ആക്ച്വലി അത് കപ്പ് ഓഫ് താങ്ക്സ് ഗിവിംഗ് ആണ്. സ്തോത്രാർപ്പണത്തിൻ്റെ, നന്ദി അർപ്പണത്തിൻ്റെ കപ്പെന്ന് തന്നെ വിളിക്കുന്നത്. കാരണം ഫോർ വിച്ച് വി ഗിവ് താങ്ക്സ് ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നമ്മൾ പങ്കാളികളാകുന്നത് കൊണ്ട് നമുക്ക് നന്ദി പറയാം. അങ്ങനെയാണ് ആ കപ്പ് ഓഫ് താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നത്. എഫെസ്യർ 5:20, ഓൾവേസ് ഗിവിംഗ് താങ്ക്സ് ടു ഗോഡ് ദ ഫാദർ ഫോർ എവറിത്തിങ് ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എല്ലായ്പ്പോഴും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കണം എല്ലായ്പ്പോഴും.
ചെറുതിനും വലുതിനും താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, നന്ദി കർത്താവേ, നന്ദി യേശുവേ, ഇതിനായി നന്ദി, അതിനായി നന്ദി. ഇങ്ങനെ നന്ദി പറയുന്നൊരു സ്വഭാവം. ഫിലിപ്പി ലേഖനം 4:6 ഡു നോട്ട് ബി ആൻഷ്യസ് അബൌട്ട് എനിത്തിങ് ബട്ട് ഇൻ എവറിത്തിങ് ബൈ പ്രേയർ ആൻഡ് പെറ്റിഷൻ വിത്ത് താങ്ക്സ് ഗിവിംഗ് പ്രസൻറ്റ് യുവർ റിക്വസ്റ്റ് ടു ഗോഡ്. ഫേമസ് ആയിട്ടുള്ളൊരു വചനമാണ്. എല്ലാറ്റിലും പ്രാർത്ഥനയാൽ അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ വിത്ത് താങ്ക്സ് ഗിവിങ്. അപ്പോൾ എപ്പോൾ പ്രാർത്ഥിച്ചാലും ആദ്യം കുറച്ച് സ്തോത്രാർപ്പണങ്ങൾ, നന്ദി പ്രകാശനം അതിനകത്തുണ്ടായിരിക്കണം. ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഐ വിൽ എൻറ്റർ ഹിസ് കോർട്ട്സ് വിത്ത് താങ്ക്സ് ഗിവിങ് ഇൻ മൈ ഹാർട്ട്. ഞാൻ അവൻ്റെ പ്രാകാരങ്ങളിലേക്ക് സ്തോത്രത്തോടെ എന്നാണ്, അത് താങ്ക്സ് ഗിവിങ് ആണ്. എന്ന് വെച്ചാൽ നന്ദിയോടുകൂടെ, നന്ദി അർപ്പണത്തോടുകൂടെ, സ്തോത്രാർപ്പണത്തോടുകൂടെയാണ് എൻട്രി പോലും. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളെത്ര വെടിപൊട്ടിച്ച് ആരാധിച്ചാലും ചെണ്ടയടിച്ചാലും ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഹൃദയം തുറക്കപ്പെടുന്നതായി നമുക്ക് വേണ്ടി ഓപ്പണായി വരുന്നത് എപ്പോഴാണെന്നറിയാമോ? നമുക്ക് നന്ദി അർപ്പിക്കുമ്പോഴാണ്. ഓ മൈ ഗോഡ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കൊലോസിയൻസ് 3:15 let the peace of Christ rule in your hearts, since as members of one body you are called to peace and be thankful. ഭയങ്കര ഒരു വചനമാണ്. അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. അതിനുശേഷം പറയാം, സിൻസ് ആസ് മെമ്പേഴ്സ് ഓഫ് വൺ ബോഡി, ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്ന നിലയിൽ യു ആർ കോൾഡ് ടു പീസ്, നിങ്ങളെ സമാധാനത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്നു. അവസാനം പറയാം, നന്ദിയുള്ളവരും ആയിരിപ്പിൻ ആൻഡ് ബി താങ്ക്ഫുൾ. വോ, അത് മാത്രമായിട്ടൊരു സെൻറ്റൻസ്. ഒരു ഫുൾ സ്റ്റോപ്പ്, പീസിന് ശേഷം ഒരു ഫുൾ സ്റ്റോപ്പ്, അതിന് ശേഷം ആൻഡ് ബി താങ്ക്ഫുൾ. നന്ദിയുള്ളവരുമായിരിപ്പിൻ. ഒന്ന് നെഞ്ചിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, നന്ദിയുള്ളൊരു ഹൃദയം ഞങ്ങളുടെ അകത്ത് വലുതായി വരട്ടെ, വികസിച്ച് വരട്ടെ. ചെറുതിനും വലുതിനും ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് ഈ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ളത് വന്ന ഉടൻ തന്നെ അതൊരു പ്രെയർ മാറ്ററായിട്ട് അങ്ങ് മാറ്റിയേക്കണം. പരിശുദ്ധാത്മാവോട് അപ്പോൾ തന്നെ പറയാം, ദൈവമേ, പരിശുദ്ധാത്മാവേ, അതൊന്ന് എന്നിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കണേ. നമുക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഓക്കെ, ഇനി നമ്മൾ 4-ാം വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ പറയുന്നത്, ഇൻ ഓൾ മൈ പ്രേയേഴ്സ് ഫോർ ഓൾ ഓഫ് യു ഐ ഓൾവേസ് പ്രേ വിത്ത് ജോയ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാറ്റിലും ഞാൻ എന്ത് ചെയ്യുന്നു? സന്തോഷത്തോടെ പ്രാർത്ഥിച്ച്. എനിക്ക് തോന്നുന്നത് 3-ലാണ് മലയാളത്തിൽ കിടക്കുന്നത്. ഇൻ ഓൾ മൈ പ്രേയേഴ്സ് ഫോർ ഓൾ ഓഫ് യു ഐ ഓൾവേസ് പ്രേ വിത്ത് ജോയ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയും ഞാൻ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. അതിലൊരു രസം കണ്ടെത്തി. ഇവിടെ ജയിലിലാണ് കിടക്കുന്നത്. നാളെ എങ്ങനെയാവും, എന്താവും, ജീവനുണ്ടോ എന്ന് പോലും അറിയില്ല. ഇതാണ് അവസ്ഥ. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് വളരെ സന്തോഷത്തോടെ ഫിലിപ്പിയിലുള്ള, കൊലോസിലുള്ള, വേറെ പല സഭകളിലുമുള്ളവർക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പൗലോസ് ജീവിച്ചിരുന്ന ഒരു പ്രെയർഫുൾ ലൈഫാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ പ്രെയർഫുൾ ലൈഫ്, പ്രാർത്ഥനാനിരതമായ ജീവിതം, പ്രാർത്ഥന നിറഞ്ഞ ജീവിതം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സന്തോഷത്തോടെ പ്രാർത്ഥിക്കണമെങ്കിൽ ജോയ് കംസ് അലോങ് വിത്ത് അവർ സാൽവേഷൻ. ഈ രക്ഷ അകത്തോട്ട് വരുന്ന ആ നിമിഷം വരുന്നൊരു സാധനമാണ് സന്തോഷം. രക്ഷയുടെ സന്തോഷം എന്ന് അതിനെ പറയുന്നത്. പറഞ്ഞേ, എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്, രക്ഷയുടെ സന്തോഷം. രക്ഷിക്കപ്പെടുന്ന ആ നിമിഷം ഒരു സന്തോഷം അകത്തിങ്ങനെ പൊങ്ങി വരും. സത്യം പറഞ്ഞാൽ, പുറത്ത് പറയാൻ നമ്മൾ അറിഞ്ഞാൽ മതി, ഒരാൾ രക്ഷിക്കപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് പെട്ടെന്നറിയാനുള്ളൊരു വഴി അയാളുടെ മുഖത്തേക്കും അയാളുടെ രീതിയും നോക്കിയാൽ മതി. ചിലപ്പോൾ ഡിപ്രഷൻ അടിച്ചും വല്ലാത്ത കോലത്തിലൊക്കെ ജീവിച്ചൊരു മനുഷ്യൻ പെട്ടെന്ന് യേശുവിനെ കർത്താവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് മുഖത്തൊരു ഗ്ലോ, ഒരു റേഡിയൻസ്, പെട്ടെന്ന് മുഖം പ്രകാശിക്കുകയാണ്. ഫേഷ്യൽ മസിൽസൊക്കെ വിടരുന്നു, കണ്ണുകളിൽ തിളക്കം, മുഖത്തെ ഫീച്ചേഴ്സ് മാറുന്നു, ഒരു പുഞ്ചിരി വിടരുന്നു, അല്ലെങ്കിൽ അതുവരെ ക്ലോസ്ഡ് ആയിരുന്ന ആൾ ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നു. അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ രക്ഷയോട് ചേർന്ന് ആ പാക്കേജിൽ തന്നെ വരുന്ന ഒന്നാണ് സന്തോഷം. നെഹമ്യാവ് 8:10, നെഹമ്യാവിൻ്റെ പുസ്തകം 8:10, ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് അവർ സ്ട്രെങ്ത്.
കർത്താവിലെ സന്തോഷം നമ്മുടെ ബലമല്ലോ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് പറഞ്ഞേ, കർത്താവിലെ സന്തോഷം നമ്മുടെ ബലമല്ലോ. 10 പ്രാവശ്യം പറ, കർത്താവിലെ സന്തോഷം ബലമല്ലോ. ഇന്ന് തന്നെ പല പ്രാവശ്യം പറയണം, കർത്താവിലെ സന്തോഷമാണ് എൻ്റെ ബലം. റോമാലേഖനം 14:17 there is joy in the Holy Spirit. പരിശുദ്ധാത്മാവിൽ സന്തോഷമുണ്ട്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷമുണ്ട്. ഗലേഷ്യൻസ് 5:22 അതിൽ ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അല്ലെ. സ്നേഹം, സന്തോഷം, സമാധാനം വളരെ കണക്റ്റഡുമാണ്. മത്തായി സുവിശേഷം 5:12 ക്രിറ്റിസിസം, ട്രബിൾ എക്സെട്ര കനോട്ട് ഡിസ്ട്രോയ് ദിസ് ജോയ്. വിമർശനങ്ങൾ വന്നാലും വലിയ പ്രശ്നങ്ങൾ വന്നാലും ആത്മാവിൽ ഉള്ള സന്തോഷത്തെ കെടുത്താൻ സത്യത്തിൽ സാധ്യമല്ല. മെൻ്റൽ ഇമോഷണൽ റെലമിലുള്ള സന്തോഷം ചില സമയത്ത് പെട്ടെന്ന് തകർക്കപ്പെടാം. ഒരു വൂണ്ട് വന്നാൽ, ഒരു സ്കാർ വന്നാൽ തീർന്നു. എന്നാൽ സ്പിരിറ്റിലുള്ള സന്തോഷം നോർമലി, ഞാൻ ഈ പറഞ്ഞത്രയൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല, സ്പിരിറ്റിനകത്തിരിക്കുന്ന സന്തോഷം പെട്ടെന്ന് കെടുത്താൻ സാധ്യമല്ല. നോർമലി ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊണ്ടുവന്നാൽ പോലും കെട്ടുപോയില്ല, കാരണം സ്പിരിറ്റിലാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശുദ്ധാത്മ നിറവിൽ കുറേ നേരം വചനം വായിക്കുകയും പാട്ടുപാടുകയും അന്യഭാഷകളൊക്കെ പറയുകയും ചെയ്താൽ സംഭവിക്കുന്നത് ഈ സ്പിരിറ്റിലെ സന്തോഷം സ്പില്ല് ചെയ്തിട്ട് മെൻ്റൽ ഇമോഷണൽ റെലമിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ഉദാഹരണത്തിന് പറയാം, ഒരു വലിയ വിഷയം മുമ്പിൽ നിൽക്കുക, ഇവിടെ പെരുമ്പറ കൊട്ടുന്നത് പോലെ നെഞ്ചടിച്ചുകൊണ്ടിരിക്കുക, എന്താണെന്നറിയില്ല, പാനിക് അറ്റാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ളിലൊരു ചെറിയ മൃദുസ്വരം, പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക, pray now, pray now, ഒരു ചെറിയ ശബ്ദം. പെട്ടെന്നനുസരിച്ച് വാതിലടച്ച് കയറി പ്രാർത്ഥിക്കുക. കർത്താവ്, ഈ ഭാരം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, തരുക, പിടിച്ചു. എനിക്ക് പറ്റുന്നില്ല, എൻ്റെ ഭാരം നിൻ്റെ തോളിലേക്ക് ഒരൊറ്റയേറ് ഞാൻ എടുത്തു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് ഒരു 10-12 മിനിറ്റ്, ചിലപ്പോൾ ഒരു 15 മിനിറ്റ്, ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ് തുളുമ്പുന്ന ദൈവരാജ്യത്തിൻ്റെ സന്തോഷം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, റോമാലേഖനം 14:17 പറഞ്ഞിരിക്കുന്ന, ഗലാത്യലേഖനം 5:22 പറഞ്ഞിരിക്കുന്ന സന്തോഷം പെട്ടെന്ന് സ്പില്ല് ചെയ്ത് തുളുമ്പി മനസ്സിലേക്കും ചിന്തകളിലേക്കും കൂടി കയറി. പിന്നെ ഒരു പാട്ട് വരിക. ചിലപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നടന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നു, പിന്നെ നീന്തി പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നു, പിന്നെ പാട്ടൊക്കെ ഭയങ്കരമായിട്ട് പാടണമെന്ന് തോന്നുന്നു, ഡാൻസ് കളിക്കണമെന്ന് തോന്നുന്നു. എന്താ സംഭവിച്ചത്? സാഹചര്യങ്ങളൊന്നും മാറിയില്ലല്ലോ. എന്താ ഈ പുള്ളിക്ക് പറ്റിയേ? കാരണം അകത്തെ സന്തോഷം പുറത്തേക്ക് വരുന്നു. അതാണ് പൗലോസിന് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞ ജോയ് എന്നുള്ള, അല്ലെങ്കിൽ റിജോയ്സ് എന്നുള്ള അങ്ങനെയുള്ള വാക്കുകൾ 10-17 പ്രാവശ്യമാണ് ഈ കൊച്ച് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ് 4-ാം വചനം, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചു യേശുക്രിസ്തുവിന്റെ നാളുള്ളതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. അതിനിടയ്ക്ക് പറയുന്നുണ്ട് പാർട്ട്ണർഷിപ്പ് ഇൻ ദ ഗോസ്പൽ, സുവിശേഷത്തിലെ പങ്കാളിത്തത്തെക്കുറിച്ച് അത് അവിടെ പറയുന്നുണ്ട്. ഏറ്റവും വലിയ പാർട്ട്ണർഷിപ്പ് ഫേം ബിസിനസ് എന്ന് പറയുന്ന സുവിശേഷമാണ്. വേറെ അർത്ഥത്തിലുള്ള ബിസിനസ് അല്ല ഉദ്ദേശിക്കുന്നത്, ഗോഡ്സ് ബിസിനസ്. കാരണം ഞാൻ ആദ്യത്തെ ദിവസം തന്നെയാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു, ദൈവഭൂമിയിൽ എന്ത് ചെയ്താലും മനുഷ്യരുടെ പങ്കാളിത്തത്തോടുകൂടെ, പാർട്ട്ണർഷിപ്പോടുകൂടെ ഒരു ജോയിൻറ്റ് വെഞ്ചറായി ചെയ്യണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നേരിട്ട് ഒന്നൊന്നും ചെയ്യാൻ ദൈവത്തിന് താല്പര്യമില്ല, എല്ലാം മനുഷ്യനിലൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓൾറൈറ്റ്, അങ്ങനെ സുവിശേഷത്തിൻ്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ല, ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ്. കാരണം ഈ ഫിലിപ്പിയർ ചെയ്ത പരിപാടി, ഈ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി, പൗലോസിന് വേണ്ടി അവരെ ഫൈനാൻസസ് ഇറക്കാൻ തുടങ്ങി, ജയിലിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടി. ഓക്കെ, ഇങ്ങനൊരു വലിയ കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിലാണ് ദൈവത്തിന് നമ്മെ പങ്കാളിത്തം നൽകി, ഷെയർ നൽകി നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ പൗലോസ് പറഞ്ഞു വരുന്നത്, നിങ്ങളെ കണ്ട ആ നാൾ മുതൽ ഇതുവരെ നിങ്ങളുടെ പങ്കാളിത്തത്തിനായി ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര ഭയങ്കരമായ കാര്യങ്ങളാണ് അവിടെ അവരിലൂടെ കർത്താവ് ചെയ്തുകൊണ്ടിരുന്നത്. ഫിലിപ്പിയർ ചെയ്യുന്നു, പൗലോസ് ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നു. ഇന്നും ആ ബന്ധം മുറിയുന്നില്ല, അകന്നിട്ടും
മുറിയാത്ത ബന്ധം. അതാണ് പൗലോസിന് ആ സഭയോടുണ്ടായിരുന്നത്. അതിൻ്റെ മെയിൻ കാരണം ഫിലിപ്പ് സഭ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് ഫിലിപ്പ് സഭയിലുള്ളവർക്ക് അപ്പസ്തലനോട് നന്ദി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ശുശ്രൂഷ കഴിഞ്ഞ് വേറെ വഴിക്ക് പോയി. എന്നാലും എന്നാലും പൗലോസ് ഇപ്പോൾ എവിടെയായിരിക്കും, ജയിലിലാണെന്ന് കേൾക്കുന്നു, എന്തെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ. ഉടനെ വിശ്വാസികളെല്ലാം കൂടി ഫണ്ട് റേസ് ചെയ്ത് എപ്പഫ്രോദിത്തോസ് എന്ന് പറയുന്ന ആളുടെ അടുത്ത് കൊടുത്തു വിടുകയാണ്. അതുകൊണ്ട് അവർ അന്നും ഞാൻ അവിടെ ആയിരുന്നപ്പോഴും ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സ് ആയിരുന്നു, ഇപ്പോഴും നിങ്ങൾ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സ് ആണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പം ഞാനിന്ന് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. പക്ഷേ നന്ദിയുള്ളൊരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. അതുപോലെ എല്ലാറ്റിനും സ്തോത്രം ചെയ്യേണ്ട ഒരാവശ്യകത നമ്മിലുണ്ട് എന്ന് കണ്ടു. നന്ദിയുള്ളൊരു ഹൃദയം നമ്മൾ ഡെവലപ്പ് ചെയ്യാമെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി പലതും ഫ്രീ ആക്കി തരും, അല്ലെങ്കിൽ പലതും റിലീസ് ചെയ്ത് തരാനും സാധ്യതയുണ്ട്. ഞാൻ ഈ സമയത്ത് ഇതെല്ലാം കൺക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും ഒന്ന് നെഞ്ചിൽ കൈവച്ചു. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ വലിയ ചില കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവെ നീ ഉപയോഗിക്കേണ്ടതിന് നന്ദിയുള്ളവരായി ജീവിക്കാൻ ഒക്കെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഒരു പ്രാർത്ഥനാ ജീവിതം ഞങ്ങളിൽ ഭയങ്കരമായി ഡെവലപ്പ് ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രോഗികളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാതിനകത്ത് സൗഖ്യം നടക്കുന്നു. ഹിയറിംഗ് ലോസ് ആകാം, അല്ലെങ്കിൽ ഫ്ലൂയിഡൊക്കെ വരുന്നതാകാം. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ വാരിയല്ലുകളുടെ ഈ ഭാഗത്ത് പെയിനുള്ള ആരെയും കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ബ്ലഡിലുള്ള ഘടകങ്ങൾ, അതിൽ ഭയങ്കരമായ ഡിഫറൻസസ് വന്നിട്ടുള്ള ഒരു വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ അടുത്ത ചെക്കപ്പിൽ അത് നോർമലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ല, മെഡിക്കൽ ചെക്കപ്പ് പാസ്സാകാതെ പുറത്തേക്ക് പോകാൻ കഴിയാതെ ഒക്കെ ബുദ്ധിമുട്ടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു വലിയ വിടുതൽ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഒരു വിചിത്രമായൊരു സംഗതിയാണ് ഞാൻ കാണുന്നത്. അതായത് ഈ വെള്ളത്തിൽ കുളിക്കുമ്പോൾ, കുളിക്കാതിരിക്കാൻ പറ്റില്ല, പക്ഷെ കുളിച്ചു കഴിയുമ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ട് ശരീരത്തിൽ അനുഭവിക്കുന്ന ചൊറിച്ചിൽ പോലെയോ അലർജി പോലെയോ ശ്വാസത്തിന് ബുദ്ധിമുട്ടോ അങ്ങനെ മൾട്ടിപ്പിൾ രീതിയിലുള്ള എന്തൊക്കെയോ ഞാൻ ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കും. ആമേൻ, ആമേൻ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.